വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണേ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടു വറക്കാൻ ആവശ്യത്തിനും വഴറ്റാൻ ആവശ്യത്തിനുമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകാൻ നല്ല സമയം കൊടുക്കണം. ഇവിടെ കാണോ? കുക്കറിലിട്ട് നോക്കിയാലോ എണ്ണ ചൂടായിരുന്നു. കായത്തില്ല. പിന്നീട് കടുക് പൊട്ടാനായി അതിട്ട് കൊടുക്കണം. കായം പിടിക്കാനിടണം. കായം ഒന്ന് മൂത്ത് വരുമ്പോൾ കോരി കരക്കി വെക്കണം. കായത്തെ പൊടിച്ച് കായം പൊടിച്ച് വെക്കണം. കായം മൂത്ത് കഴിഞ്ഞു. കായം പൊരിഞ്ഞുണ്ടോ? കായം പൊരിഞ്ഞുണ്ടോ? പൊരിഞ്ഞ കായത്തെ എടുത്ത് കരക്കി വെച്ചിട്ട് നമുക്ക് അടുപ്പിലോട്ട് എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ചതച്ച് കൊടുക്കുക. സിമ്മിലാക്കണം. കായത്തെ ചെറിയ പീസാക്കി വീണ്ടും പിടിച്ചതിനകത്ത് ഒന്ന് അരിഞ്ഞു കൊടുക്കും. നന്നായിട്ട് വഴറ്റണം. മണം വരുന്നുണ്ടോ? ഉണ്ട്. അത്രയായി കഴിയുമ്പോഴത്തേക്ക് ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് അല്പം തക്കാളി രസമാണ്. തക്കാളി രസം കരിയരുത്, എല്ലാം കരിയാതെ എടുക്കണം. അതൊരു പകുതി വാടിക്കഴിയുമ്പോഴത്തേക്ക് രണ്ട് പച്ചമുളക് ഞാനിവിടെ വെച്ചിരുന്നായിരുന്നു. അത് വെട്ടായിരുന്നു തക്കാളിയുടെ കൂടെ. പച്ചമുളകും ചുമല കളറിൽ കഴിച്ചതായതുകൊണ്ട് അറിഞ്ഞില്ല തക്കാളിയുടെ കൂടെ ഇട്ടത്. ഒരല്പം മല്ലിയില, നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ല, കല്ലുപ്പ് ചേർക്കാം. മാക്സിമം കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. മാക്സിമം കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന്. ഇപ്പോൾ ഫ്രൈഡ് റൈസിൽ ഉപ്പ് എന്നൊക്കെ പറഞ്ഞു വരും. അതൊക്കെ കഴിച്ച് കഴിച്ച് മനുഷ്യനെല്ലാം തൈറോയിഡും ഇല്ലാത്ത രോഗങ്ങളും ഒക്കെ. ഏകദേശം കഴിഞ്ഞു. ഇനി ഇത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടെ അങ്ങോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് അതൊന്ന് ചുറ്റൊന്ന് ചൂടാകുമ്പോഴത്തേന് തീ ഒന്ന് സിമ്മിലാക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കണം. അസാധ്യമാണ്.
ഇപ്പൊ കായുന്നുണ്ട്. കായിട്ട് കട്ടക്കായ വെട്ടത് കണ്ടില്ലേ? കായം പൊരിക്കുന്നത്. എന്നിട്ട് പൊടിച്ചെന്ത് പൊരിച്ചത് ഞാൻ വീണ്ടും അതിനകത്ത് ഇട്ടത് കണ്ടില്ലേ? ചിക്കറി പൊടിക്കാൻ വയ്യാത്തതാണോ? ആ, തിളയ്ക്കുമ്പോഴത്തേന് അതങ്ങനെ ഇട്ട് പോക്കോളൂ. തിളച്ച് വരുമ്പോൾ അടിപൊളി രസമാണ്. കല്ലിപ്പ് കടന്ന് തിരിഞ്ഞു അരിയണം. അരിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് കാര്യമുള്ളൂ.